കേരളത്തെ നടുക്കിയ കൊല്ലം കൊട്ടാരക്കര ടിപ്പർ ലോറി അപകടക്കേസിൽ നിർണായക വഴിത്തിരിവ്. 10ാം ക്ലാസ് വിദ്യാർത്ഥി അടക്കം 3 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ ടിപ്പർ ലോറി ഉടമ അക്ബറിനെയും കേസിൽ പ്രതി ചേർക്കാൻ പോലീസ് തീരുമാനിച്ചു. വാഹനയുടമയുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ഡ്രൈവറെ വാഹനമോടിക്കാൻ അനുവദിച്ചതിലൂടെ അപകടത്തിന് വഴിയൊരുക്കിയതിൽ ഉടമയ്ക്കും ഉത്തരവാദിത്തമുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അപകടത്തിൽപ്പെട്ട ടിപ്പർ ലോറിയിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട GPS സംവിധാനം പ്രവർത്തനരഹിതമായിരുന്നുവെന്നും വാഹനത്തിൽ സ്പീഡ് ഗവർണർ സ്ഥാപിച്ചിരുന്നില്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വാഹനത്തിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കുകയും പെർമിറ്റ് റദ്ദാക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പിന്റെ വിശദമായ റിപ്പോർട്ട് പോലീസിന് ലഭിച്ചതിനു ശേഷമായിരിക്കും ലോറി ഉടമയെ ഔദ്യോഗികമായി പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തുക. ഇതിനിടെ അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അശ്രദ്ധമായും അപകടകരമായും വാഹനം ഓടിച്ച് മനുഷ്യജീവന് ഭീഷണി സൃഷ്ടിച്ചുവെന്ന വകുപ്പുകളും FIRൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദേശത്തു നിന്ന് തിരിച്ചെത്തിയ ഡ്രൈവർ ഏറെക്കാലത്തിനു ശേഷം ആദ്യമായാണ് അന്ന് വാഹനം ഓടിച്ചതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ തെളിവുകളും മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ടും ലഭിക്കുന്നതനുസരിച്ച് കേസിൽ കൂടുതൽ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. പ്രാഥമിക അന്വേഷണത്തിൽ പുറത്തുവന്ന മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം, അപകടത്തിൽപ്പെട്ട ടിപ്പർ ലോറി 16 വർഷം പഴക്കമുള്ളതാണ്. മാത്രമല്ല വാഹനം ഓവർലോഡഡായി സഞ്ചരിച്ചുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ഇത് അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചതായും വിലയിരുത്തുന്നു. സ്കൂൾ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന സമയവും ടിപ്പർ വാഹനങ്ങളുടെ സമയവും വേർതിരിക്കേണ്ടതുണ്ടെന്നും നിലവിലെ സാഹചര്യത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ അനിവാര്യമുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്തെ നടുക്കിയ ഈ ദുരന്തം ഉണ്ടായത്. മണ്ണ് കയറ്റി വന്ന ടിപ്പർ ലോറി ബസ് കാത്തുനിൽക്കുന്നവരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറി മറിയുകയായിരുന്നു. അപകടത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി അടക്കം 3 പേർക്ക് ജീവൻ നഷ്ടമായി. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 2 റോഡുകൾ സംഗമിക്കുന്ന അപകട സാധ്യതയേറിയ കവലയിലാണ് ദുരന്തമുണ്ടായത്. വളവിൽ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. വളവ് തിരിഞ്ഞെത്തിയ ടിപ്പർ ആദ്യം എതിർദിശയിൽ വന്ന ബൈക്കിലിടിക്കുകയും തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് ബസ് കാത്തുനിന്നവരിലേക്ക് പാഞ്ഞു കയറുകയുമായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്.